Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്ക് ഈ സൂറത്ത് ഹൂദിലെ 81-ാമത്തെ സൂറത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക ലൻ യസിലൂ ഇലൈക فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب قالوا അവർ പ്രതികരിച്ചു മലക്കുകൾ യാ ലൂത്തു അല്ലയോ ലൂത്ത് ഇന്ന നിശ്ചയം ഞങ്ങൾ റുസുലു റബ്ബിക താങ്കളുടെ നാഥൻ്റെ ദൂതന്മാരാണ് ലൻ യസിലു ഇലൈക്ക അവർ താങ്കളുടെ അടുത്ത് എത്തുകയില്ല ഫ അസ്രി ശേഷം താങ്കൾ രാത്രി പോകണം, രാത്രി സഞ്ചരിക്കണം, ബി അഹ്ലിക താങ്കളുടെ അഹ്ലുമായി താങ്കളുടെ കൂടെയുള്ള വിശ്വാസികളുമായി, ബി ഖിത്ഇൻ മിനൽ ലൈലി രാത്രിയുടെ ഒരു കഷണവും കൊണ്ട്, അഥവാ രാത്രി അല്പം ശേഷിച്ചിരിക്കെ താങ്കൾ വീട് വിടണം, നാട് വിടണം. വലാ യൽതഫിത് മിൻകും നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു നോക്കരുത്, അഹദുൻ ഒരാളും, ഇല്ല ഇംറഅതക താങ്കളുടെ ഭാര്യ ഒഴിച്ച്, അവൾ തിരിഞ്ഞു നോക്കും, ബാക്കി ഒരാളും തിരിഞ്ഞു നോക്കരുത്. ഇന്നഹു മുസീബുഹ കാര്യം എന്തെന്നാൽ മുസീബുഹ അവളെ ബാധിക്കുന്നതാണ്, മാ അസ്വാബഹും അവർക്ക് താങ്കളുടെ നാട്ടുകാർക്ക് ബാധിക്കുന്നത്, അവളെയും പിടികൂടും. ഇന്ന മൗഇദഹും അസ്സുബ്ഹു അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം പ്രഭാത സമയമാണ്, സുബ്ഹാണ്. അലൈസ സുബ്ഹു ബിഖരീബ് സുബ്ഹ് ഇവിടെ അടുത്തായില്ലേ, സുബ്ഹി ഖരീബല്ലേ, വളരെ അടുത്തല്ലേ. ആശയം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആ അള്ളാഹുവിൻ്റെ ഈ പ്രയോഗത്തിൻ്റെ ഒരു ഗൗരവം, ഒരു ജനത നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അത് മലക്കുകളെ ജനതയുടെ പ്രവാചകനെ അറിയിക്കുകയാണ്. ആ അറിയിക്കുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ, വല്ലാത്തൊരു അത്ഭുതപ്പെടുത്തുന്ന ശൈലിയാണ്. കുറച്ച് വാക്കുകളേ ഉള്ളൂ, പക്ഷെ ഒരു നാടിൻ്റെ ചരിത്രം ആണ് അതിലും. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നമുക്കത് നിർത്താം, കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനത നശിപ്പിക്കപ്പെട്ട പ്രദേശം ഇന്ന് ചാവുകടലിനടിയിലാണ്. ചാവുകടലിനടിയിലാണ് ആ പ്രദേശമുള്ളത്, ജോർദാനിൽ. ഇസ്രായേലിൻ്റെയും ജോർദാൻ്റെയും അതിർത്തി പ്രദേശമാണ്, അതിൻ്റെ അടിയിലാണ് ആ പ്രദേശത്ത്. അത് ഒരു ചാവുകടൽ, ഡെഡ് സീ എന്നതിന് പറയുമെങ്കിലും ഒരു കടലിൻ്റെ വലുപ്പമൊന്നും അതിനില്ല. ഒരു 80 കിലോമീറ്റർ നീളം, 18-20 കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ തടാകം. ഉപ്പിൻ്റെ സാന്ദ്രത സാധാരണ കടൽ ജലം പോലും നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല, അതിൻ്റെ 8 ഇരട്ടി ഉപ്പ് ഉള്ള 8 ഇരട്ടി. അതിന് വെള്ളം കട്ടി കൂടിയ വെള്ളമാണ്. അതിലിങ്ങനെ മലർന്ന് കിടക്കും ആൾക്കാർ, പൊന്തി കിടക്കും ആൾക്കാർ. കനമുള്ളതൊന്നും താണു പോവില്ല, ഒരുവിധം കനമുള്ളതൊന്നും താവില്ല. അതിലൊരു ജീവികളും അതിൽ വളരുമില്ല. അങ്ങനത്തെ ഒരു, കാരണം ഈ ഉപ്പിൻ്റെ അംശം അതിൽ കൂടുതലുണ്ട്. ചുറ്റുപാട് ഉപ്പാണ്, കാറ്റടിച്ചിട്ട് ഉപ്പിൻ്റെ അംശങ്ങൾ അതിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ ചെതറി കിടക്കണമൊക്കെ കാണാം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഖാലു ആ പ്രദേശത കടൽ നിരപ്പിൽ നിന്ന് നേരെ താണു കിടക്കുന്ന പ്രദേശമാണ്. അവർ പറഞ്ഞു, ആരാണ് അവർ? പറഞ്ഞാൽ മലക്കുകളാണ് പറയുന്നത്. മലക്കുകളാണ് പറയുക. ലൂത്ത് നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞല്ലോ കഴിഞ്ഞ സൂക്തത്തിൽ. ഖാല ലൗ അന്ന ലീ ബിക്കും ഖുവ്വ, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെ തടയാൻ എനിക്കൊരു കരുത്തുണ്ടായിരുന്നുവെങ്കിൽ,
ഒന്നുകിൽ ശാരീരികമായ കരുത്ത് വേണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കരുത്ത് വേണം, അല്ലെങ്കിൽ പാർട്ടിയുടെ കരുത്ത് വേണം. അതൊന്നും ഇല്ലാത്ത ഒരു സഹായാവസ്ഥയാണ്. ആവിയില റുക്കിനിൻ ഷദീദ്, അല്ലെങ്കിൽ എനിക്ക് അഭയം തേടാൻ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു അഭയം അല്ലെങ്കിൽ ഒരു അവലംബം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പേടിയോടുകൂടി അസ്വസ്ഥതയോടുകൂടി പറയുമ്പോൾ മലക്കുകൾ പ്രതികരിച്ചു. കാലു, മലക്കുകൾ പറഞ്ഞു, യാ ലൂത്തു, ഏയ് ലൂത്ത്, അല്ലയോ ലൂത്ത്, ഇന്നാ റുസുലു റബ്ബിക്ക, ഞങ്ങൾ താങ്കളുടെ നാഥനിൽ നിന്നുള്ള ദൂതന്മാരാണ്, മലക്കുകളാണെന്നർത്ഥം. ലൻ യസുലുവിലേക്ക്, അവർക്ക് താങ്കളെ സമീപിക്കുക സാധ്യമല്ല. അഥവാ താങ്കളെ സമീപിച്ച് താങ്കളെ അകറ്റി നിർത്തി ഞങ്ങളെ കൊണ്ടുപോകാനോ ഞങ്ങളെ പ്രാപിക്കാനോ അവർക്ക് സാധ്യമല്ല. ഞങ്ങളെ അവർ തൊടൂല, താങ്കളുടെ അടുത്തേക്കും അവർ വരൂല. അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ അസിരി ഇസ്രായു സിരി എന്ന രാത്രി സഞ്ചരിക്കുന്ന സൂറത്ത് ഇസ്രാ അല്ലേ, ഇസ്രാവും മിഅ്റാജും നമുക്ക് അറിയുന്നതാണല്ലോ. ആ വാക്കാണ് അസിരി, അതിൻ്റെ കൽപ്പനയാണ് അസിരി. താങ്കൾ രാത്രി പോകണം, രാത്രി തന്നെ പോകണം. ബി അഹ്ലിക്ക, താങ്കളുടെ അഹ്ലുമായിട്ട്. അഹ്ല് എന്നുള്ളത് ആലു ലൂത്തു എന്നും ചിലയിടത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് ഹിജ്റിലും സൂറത്ത് ഖമറിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം വരുന്നുണ്ട്. അവിടെ ആലു ലൂത്തിൻ്റെ കുടുംബം ആരായിരിക്കും? അദ്ദേഹത്തിൻ്റെ കുടുംബം വിശ്വാസികളിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പിന്നെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ഭാര്യ ആയിക്കൊള്ളണമെന്നില്ല, പണ്ടത്തെ കാലമാണ്. മക്കളുണ്ടാവാം, സഹോദരന്മാരുണ്ടാവാം, അവരൊക്കെ ചിലപ്പോൾ വിശ്വാസികളായിട്ടുള്ള താങ്കളുടെ അഹ്ല്. നമുക്ക് നൂഹ് നബിനെ പറ്റി പറഞ്ഞപ്പോഴും അവൻ താങ്കളുടെ അഹ്ലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അഹ്ല് പറഞ്ഞാൽ വിശ്വാസികളായിട്ട് കൂടെയുള്ള ആരാണോ അവർ. ചിലപ്പോൾ രക്തബന്ധുക്കൾ തന്നെ ആവാം, നാട്ടുകാരൊന്നും കാര്യമായിട്ടില്ല. ഫഅസിരി ബി അഹ്ലിക, താങ്കളുടെ കുടുംബവുമായിട്ട് രാത്രി സഞ്ചരിക്കണം. ബി ഖിത്ഇൻ മിനൽ ലൈലി, ഖിത്അത്ത് എന്നൊക്കെ പറഞ്ഞാൽ കഷ്ണം എന്നാണ്. രാത്രിയുടെ ഒരു കഷ്ണവും കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി അവസാനിക്കാറാവുമ്പോൾ രാത്രി തന്നെ പോകണം എന്നർത്ഥം. നേരം വെളുക്കാൻ നിൽക്കരുത്. രാത്രിയുടെ അല്പം ബാക്കിയിരിക്കെ താങ്കൾ ഇവരെയും കൂട്ടിയിട്ട് നാട് വിടണം, അവിടുന്ന് പോകണം. വലാ യൽതഫിത്ത്, ഇൽതഫത യൽതഫിത്തു, തിരിഞ്ഞു നോക്കുക. സാധാരണ നമ്മൾ തിരിഞ്ഞു നോക്കരുത്. വലാ യൽതഫിത്ത് മിൻകും, നിങ്ങളിൽ നിന്ന് അഹദുൻ, ഒരാളും എന്താണ് സംഭവിക്കുന്നത് എന്നാരും കാണേണ്ടതില്ല. അത്രയും ഗുരുതരമായ പേടിപ്പെടുത്തുന്നതാണ് സംഭവിക്കാനിരിക്കുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാമയോട് പറയണം, അവരൊക്കെ മുന്നിൽ നടത്തിയിട്ട് താങ്കൾ പിന്നിൽ നടക്കണം എന്നാണ്. അങ്ങനെയാണ് അത്ര എൻ്റെ കൽപ്പന കൊടുത്തിട്ടുള്ള സുബ്ഹാനല്ലാഹ്. ബാക്കി അതായത് അഹ്ലിന് വലാ യൽതഫിത്ത് മിൻകും അഹദുൻ ഇല്ല ഇംറഅതക, ഇംറഅത്ത് എന്ന ഭാര്യ. ഇത് നമ്മൾ സൂറത്തു തഹരീമിൽ അല്ലേ, ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ലൂത്തിൻ്റെ ഭാര്യ, നൂഹ് അലൈഹി സ്വലാമയുടെ ഭാര്യ, അവർ കാഫറുകൾക്കുള്ള, നിഷേധികൾക്കുള്ള ഉദാഹരണമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തു തഹരീമിൽ നമ്മൾ ഓതാറുണ്ടത്. താങ്കളുടെ അവൾക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റൂല. എന്നുവെച്ചാൽ അവളിങ്ങനെ തിരിഞ്ഞു നോക്കി പിന്നോക്കം നിന്ന് എന്താണ് എൻ്റെ ജനതക്ക് സംഭവിക്കണത് എന്ന്. അവസാനം അവർക്ക് സംഭവിക്കണത് ഇവൾക്കും സംഭവിച്ചു. കല്ല് അട്ടിക്കട്ടിക്കായിട്ട് വന്ന് വീഴാണേ. അതും ചൂളക്ക് വെച്ച കല്ല്, ചൂടുകല്ല് അട്ടിക്കട്ടിക്ക് വന്ന് വീഴുക. അതിന് അടുത്ത ഉത്തത്ത് പറയുന്നുണ്ട്, ഇല്ല ഇമ്രാത്തൊക്കെ. ഇമ്രാത്ത് പറഞ്ഞാൽ സ്ത്രീ, നിൻ്റെ പെണ്ണൊഴിച്ചില്ലെങ്കിൽ നിൻ്റെ സ്ത്രീ ഒഴിച്ചാൽ ഭാര്യ. ഇന്നഹു, കാര്യം എന്തെന്നാൽ മുസീബുഹ, അവളെ ബാധിക്കും. മുസീബത്ത് അസ്വാബ, ബാധിച്ചു. അവളെ സ്വാബഹും, അവർക്ക് പറ്റുന്നത്. ഇവളും അവിടെ അപകടത്തിൽ പെടേണ്ടവളാണ്. ഭൂമി കുലുക്കുണ്ടാകാൻ പോകുക, ആ പ്രദേശം കീഴ്മേൽ മറിക്കപ്പെടാൻ പോകുക, ജനങ്ങളോടെ കീഴ്മേൽ മറിക്കപ്പെടാൻ പോകുക. അതാണ് ഇന്നഹു മുസീബുഹ മാ അസ്വാബഹും ഇന്ന മൗഇദഹും അസ്സുബ്ഹു. അവർക്ക് മൗഇദ് എന്ന നിശ്ചയിച്ച സ്ഥാനം, നിശ്ചയിച്ച സ്ഥലം എന്നൊക്കെയാണ്, സമയം. അവർക്ക് നിശ്ചയിച്ച സമയം സുബഹാണ്. എന്നുവെച്ചാൽ സുബഹിക്കായിരിക്കും എല്ലാവരും വീട്ടിലടങ്ങുക. ഭയങ്കര സമാധാനത്തിൽ കഴിയുന്ന നേരം, ഏറ്റവും സുബഹിൻ്റെ ആ രാവിലെ നേരത്താണല്ലോ. ആ സമയത്ത് എല്ലാവരും ഉണ്ടാവും. എല്ലാവരും എവിടേക്കും പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടാവും, നാടുവിട്ടവരൊക്കെ. ആ സമയത്താണ് അവർക്ക് ഉള്ള നിശ്ചിത സമയം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഭൂമി കുലുങ്ങുക, അല്ലെങ്കിൽ ഭൂമി വിറപ്പിക്കപ്പെടുക. കല്ലുകളും മണ്ണൊക്കെ ആകാശത്തേക്ക് ഉയർന്നിട്ട് അങ്ങോട്ട് പൊങ്ങിയിട്ട് ഇങ്ങോട്ട് പുകയാണ്. അങ്ങനെയാണ്. രാത്രിയാണല്ലോ അധികം ഉരുൾപൊട്ടലൊക്കെ സംഭവിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളിങ്ങനെ നിർഭയരായി കഴിയാണ്, ഒന്നുമില്ല. നമ്മളിവിടെയാണ്, പെരുമ്പലത്താണ്, മലൻ്റെ ചോട്ട്. അതന്നെ
അടിക്ക് മറിച്ചാൽ അലിഹ സാഫില എന്നാണ്. അതിൻ്റെ മുകൾ ഭാഗം അടിയാക്കി അങ്ങോട്ട് പൊന്തിച്ചിട്ട് മറിച്ചിടുകയാണ്. അങ്ങനെയാണ് മറിച്ചിടുകയാണ്. അതോടൊപ്പം കല്ലുകളൊക്കെ ഉയർന്നു പൊങ്ങി ഇവരെ മേലെ വീണ് കഴിഞ്ഞ് വരുന്നുണ്ട്. കല്ലുകൾ പറഞ്ഞാൽ ചുട്ടുപഴുത്ത കല്ലുകൾ കീഴ്മേൽ മറിച്ചു എന്നാണ്. കീഴ്മേൽ മറിച്ചു, അതാണ് ഭൂമി കുലുക്കുണ്ടാവുക. അങ്ങോട്ട് പൊന്തിയിട്ട് ഇങ്ങോട്ട് മറിച്ചിടുകയാണ് വരെ മേലെ താഴെയാക്കുക. അത് വേറെ ഇന്നഹു മുസീബുഹ മാസ്വബഹു ഇന്ന മൗഇദഹും അസ്സുബുഹു. അവർക്ക് നിശ്ചയിക്കപ്പെട്ട സമയം പ്രഭാത സമയമാണ്. ലൈസ സുബുഹു, സുബുഹ് അല്ലയോ? ലൈസ അല്ല, അതിൻ്റെ മുമ്പ് ചേർത്തപ്പോൾ ചോദ്യമാവും. ലൈസ സുബുഹു, സുബുഹ് പ്രഭാത സമയം അല്ലയോ? ബി ഖരീബ്, അടുത്തന്നെ എപ്പോൾ സംഭവിക്കുമല്ലോ, അതുകൊണ്ട് ഉടനെ പുറപ്പെടണം. സുബഹി സമയമായി തുടങ്ങി, താങ്കൾ സുബഹി ആകുന്നതിന് മുമ്പ് നാട് വിടണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കടുത്ത ദുരന്തങ്ങളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹ് എന്നും ഈമാനോടുകൂടി ഇസ്ലാമോടുകൂടി നീ വിലക്കിയിട്ടുള്ള തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് നീ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകുമാറാകണേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب